അനാമികയും അനിയും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും തീർന്ന് അവരൊന്നാകണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി രണ്ടുപേരെയും തരം കിട്ടുമ്പോഴൊക്കെ ഉപദേശിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ദേവയാനി താൻ കരുതിയതുപോലുള്ള ഒരാളല്ല അനാമിക എന്ന് മനസ്സിലാക്കിയതോടെ അനാമികയെ എങ്ങനെയെങ്കിലും അനന്തപുരിയിൽ നിന്നും പുറത്താക്കുവാനുള്ള ഒരവസരത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ്. അനാമിക അനന്തപുരിയിൽ തുടരുന്നിടത്തോളം എല്ലാ ദിവസവും അവിടെ അസമാധാനം മാത്രമാവും ഉണ്ടാവുക എന്നുള്ള തിരിച്ചറിവിൽ അനാമികയുടെ ഓരോ പ്രവർത്തികൾക്കും ഉരുളയ്ക്ക് ഉപ്പേരി പോലെ ഇപ്പോൾ മറുപടി കൊടുക്കുവാനൊരു തീരുമാനത്തിലേക്ക് ദേവയാനി എത്തുകയാണ്. ചുരുക്കത്തിൽ അനാമികയെ ഒതുക്കുവാൻ തന്നെ ദേവയാനി പ്ലാനിട്ടിരിക്കുന്നു. ദേവയാനിയുടെ അത്തരത്തിലുള്ള ചില നീക്കങ്ങളെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലാണ് ഈ വീഡിയോയിലുള്ളത്. അതിനു മുൻപായി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. നേരം വെളുത്തപ്പോൾ തന്നെ അനന്തപുരിയിലെ പരദൂഷണക്കാരായ 3 പേർ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ജാനകിയും ജലജയും അനാമികയും. പതിവ് പോലെ നയനയ്ക്കെതിരായിട്ടാണ് സംസാരങ്ങളെല്ലാം. ജാനകിയോട് ജലജ പറയുകയാണ്, ജാനകി, നീ ഈ നയന എന്ന് പറയുന്നവളെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഏട്ടത്തി ഇപ്പോൾ അവളെ വിളിച്ചു കൊണ്ടുവന്നതിന് ശേഷം അവളുടെ രീതികൾക്കെല്ലാം വലിയ വ്യത്യാസമായി. മുൻപൊക്കെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ മിണ്ടാതെ കേട്ടുകൊണ്ടു പോവുകയും അഥവാ മറുപടി പറഞ്ഞാൽ വളരെ ശബ്ദം താഴ്ത്തി മാത്രം പറയുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മുടെയൊക്കെ നേരെ നിന്നുകൊണ്ട് സംസാരിക്കുകയും നമ്മൾ വെറുതെ പറയുന്ന കാര്യങ്ങൾക്ക് പോലും എടുത്തടിച്ചതുപോലെ മറുപടി പറയുവാനും തുടങ്ങിയിരിക്കുന്നു. അവളെ നമ്മുടെ ജുവല്ലറിയിലെ ചീഫ് ഡിസൈനർ ആക്കിയപ്പോൾ തന്നെ അവളുടെ ഗമ കൂടിയതാണ്. ഇപ്പോൾ അവൾ എന്തോ സംഭവമാണ് എന്നുള്ള ധാരണയിലാണ് അവളുടെ നടപ്പ്. ഈ വീട്ടിൽ എല്ലാവർക്കും മുകളിലാണ് അവളെന്നും അവളില്ലെങ്കിൽ ഈ അനന്തപുരി തറവാട് ഇല്ല എന്നുമൊക്കെയുള്ളൊരു ഭാവം അവളുടെ മനസ്സിൽ കയറി കൂടിയിട്ടുണ്ട്. നേരം വെളുക്കുമ്പോൾ ഒരുങ്ങിക്കെട്ടി ഇവിടുന്ന് അങ്ങ് പോകും, സന്ധ്യയാകുമ്പോൾ കയറി വരും. ഇതിനിടയിൽ കഴിക്കാനുള്ളതെല്ലാം ഏട്ടത്തി പൊതിഞ്ഞു കെട്ടി കയ്യിൽ കൊടുത്തുവിടും. അടുക്കളയിൽ കയറേണ്ട, ഈ വീട്ടിലെ ഒരു കാര്യങ്ങളും അറിയുകയും വേണ്ട, ഒന്നും ശ്രദ്ധിക്കുകയും വേണ്ട. ഇതൊക്കെയാണ് ഭാഗ്യം. വഴിനീളെ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടതൊക്കെ ഇത്രയും വലിയ സൗഭാഗ്യത്തിൽ വന്നു കയറിയപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു സൗമ്യതയും താഴ്മയും ഒക്കെ കാണിക്കേണ്ടതല്ലേ? അതുപോയിട്ട് നമ്മളൊക്കെ ഇപ്പോൾ 2ാം തരക്കാരായി മാറി തെണ്ടി നടന്ന അവളുമാര് വലിയ ആൾക്കാരുമായി. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, അത് ശരിയാണ് ജലജെ, ഞാനും അത് ശ്രദ്ധിക്കുന്നുണ്ട്. അവൾക്കിപ്പോൾ കാര്യമായി മാറ്റം വന്നിട്ടുണ്ട്. അടുക്കളയിൽ അവൾ കയറാറില്ല. ഭക്ഷണം തയ്യാറാക്കി വെച്ചു കഴിഞ്ഞാൽ അപ്പോൾ വന്ന് കഴിച്ചിട്ട് ഉടൻ തന്നെ എഴുന്നേറ്റ് പോകും. കഴിക്കുന്ന പാത്രം പോലും ബാക്കിയുള്ളവർ കഴുകണം. അഹങ്കാരം അവളുടെ പോക്കിലും വരവിലും എല്ലാം നിഴലിച്ചു നിൽക്കുകയാണ്. ഇത് കേട്ടിട്ട് അനാമിക, അമ്മയോടും അപ്പച്ചിയോടും ഞാനൊരു കാര്യം പറയാം. വെറുതെ ഇങ്ങനെ നമ്മൾ 3 പേരും കൂടി ഇരുന്നു കൊണ്ട് കുറേ നാളുകളായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവളുമാരെക്കുറിച്ച്. ഇങ്ങനെ ചർച്ച ചെയ്തതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. എന്തെങ്കിലും നടപടികൾ ഉണ്ടാകണം, ഇല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ അല്ലെങ്കിൽ ഓരോ ദിവസവും നമ്മുടെ മുൻപിൽ അവൾ വളരുകയും അത് കണ്ടിട്ട് നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ഇരുന്ന് പരിതപിക്കുകയും ചെയ്യും. അപ്പോൾ ജലജ ചോദിക്കുന്നുണ്ട്, അതിനിപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് മോളെ പറഞ്ഞു വരുന്നത്? ഞാൻ പറയുന്നത് പവൻ കായ്ക്കുന്ന മരമായാലും പുരയ്ക്ക് മുകളിൽ വളർന്നാൽ വെട്ടി വീഴ്ത്തണം എന്നുള്ളത് തന്നെയാണ്. നമ്മൾ 3 പേരും ഒരുമിച്ച് നിന്നാൽ തീർച്ചയായിട്ടും അതിന് കഴിയും. അവളെ കൂടുതൽ ഇനി വളരുവാൻ നമ്മൾ അനുവദിക്കരുത്, വെട്ടണം. അവൾ വീണ് നമ്മുടെ മുൻപിൽ കിടക്കുന്നത് കണ്ടിട്ട് നമുക്ക് സന്തോഷിക്കണം. 3 പേരും കൂടി ഈ സംഗതികളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ദേവയാനി മറഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട്. ഈ സമയത്ത് ഓഫീസിലേക്ക് പോകുവാൻ വേണ്ടി റെഡിയായി നയന അവിടേക്ക് ഇറങ്ങി വരുന്നു. ഇത് കണ്ടുകൊണ്ട് വല്ലാത്തൊരു ദേഷ്യത്തോടു കൂടി അനാമിക നയനയ്ക്ക് നേരെ ആക്രോശത്തോടു കൂടി അടുക്കുകയാണ്. ഓഹോ, കെട്ടിലമ്മ അണിഞ്ഞൊരുങ്ങി ഇറങ്ങിയിരിക്കുകയാണ്. അനന്തപുരിയിലെ ചീഫ് ഡിസൈനർ. ഈ വീട്ടിലെ ഒരു പണിയും ചെയ്യണ്ട, ഇങ്ങനെ കെട്ടിയൊരുങ്ങി ഡമ്പ് കാണിച്ചുകൊണ്ട് നടക്കുക. അല്ലാതെ ഇവളെയൊക്കെ എന്തിനു കൊള്ളാം? അനാമികയുടെ ഈ സംസാരം കേട്ടുകൊണ്ട് നയന അവിടെ നിന്ന് നിന്നു. എന്നിട്ട് അനാമികയോട് താൻ പറയുകയാണ്, അനാമികയെ, ഞാൻ വന്നു കയറിയ നാൾ മുതൽ ഈ വീട്ടിലെ എല്ലാ ജോലികളും ഞാൻ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ പെട്ടെന്നൊരു ദിവസം ഇനി ഞാൻ അടുക്കളയിൽ കയറണ്ട എന്ന് എൻ്റെ അമ്മായിയമ്മ എന്നോട് പറഞ്ഞു, വിലക്കി. അതുകൊണ്ടാണ് ഞാൻ അടുക്കളയിൽ കയറാതിരിക്കുന്നത്. അനന്തപുരി ജുവല്ലറിയുടെ ചീഫ് ഡിസൈനറാക്കി എന്നെ നിയമിച്ചത് എൻ്റെ അമ്മായിയമ്മ തന്നെയാണ്. ഈ വിഷയത്തിൽ നിനക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റുകൾ ഉണ്ടെങ്കിൽ, അല്ല കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ അതെൻ്റെ അമ്മായിയമ്മയോട് നീ നേരിട്ട് തന്നെ സംസാരിക്കുന്നതായിരിക്കും നല്ലത്. ഇത് പറഞ്ഞിട്ട് നയന അവിടുന്ന് നടന്നു നീങ്ങുവാൻ തുടങ്ങുകയാണ്. അപ്പോൾ ജലജ, എടി, നീ പറഞ്ഞല്ലോ നിന്റെ അമ്മായിയമ്മയാണ് നിന്നോട് അടുക്കളയിൽ കയറണ്ട എന്ന് പറഞ്ഞ് വിലക്കിയതെന്ന്. അതിന്റെ കാരണം എന്താണെന്ന് നിനക്കറിയില്ലേ? നീ അടുക്കളയിൽ കയറിയതിന്റെ ഫലം നിന്റെ അമ്മായിയമ്മ തന്നെയാണ് അനുഭവിച്ചത്. അവർക്ക് നിന്നെ ഭയമാണ്. പഴയതുപോലെ ഇനിയും എന്തെങ്കിലും വിഷം കലർത്തി അവർക്ക് ഭക്ഷണത്തിൽ കൊടുത്ത് അവരെ ഇല്ലാതെയാക്കുമോ എന്നുള്ള ഭയം. അതുകൊണ്ടാണ്, അല്ലാതെ നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല അടുക്കളയിൽ കയറണ്ട എന്ന് നിന്നോട് പറഞ്ഞത്. ഉടനെ നയന ജലജയോട് പറയുകയാണ്, ദേ അപ്പച്ചി, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കരുത്. പാലിൽ വിഷം കലർത്തിയത് ഞാനല്ല എന്ന് ഒരു 100 തവണ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെയും പിന്നെയും ഞാനാണത് ചെയ്തത് എന്ന് വരുത്തി തീർക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതുണ്ടെങ്കിൽ അത് ശരിയല്ല. നീ അല്ലെങ്കിൽ പിന്നെ അതാരാടി ചെയ്തത്? അതാരാണ് ചെയ്തത് എന്ന് അപ്പച്ചിക്ക് നന്നായിട്ട് അറിയാമല്ലോ. എല്ലാം അറിഞ്ഞിട്ടല്ലേ എന്നോട് വീണ്ടും വീണ്ടും ഇങ്ങനെയൊക്കെ സംസാരിക്കുകയും എൻ്റെ മേൽ തന്നെ ആ കുറ്റം അടിച്ചേൽപ്പിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നത്? പാലിനകത്ത് വിഷം കലർത്തിയത് ആരാണ് എന്ന് അപ്പച്ചി തന്നെ അങ്ങ് പറഞ്ഞാൽ പോരെ?
ഇത്രയും കേട്ടപ്പോഴേക്കും ജലജ ഒന്ന് ഞെട്ടുകയും ജാനകിയുടെയും അനാമികയുടെയും മുഖത്തേക്ക് വല്ലാത്തൊരു പരിഭ്രമത്തോടു കൂടി നോക്കുകയും ചെയ്യുന്നുണ്ട്. ജലജയുടെ നോട്ടത്തെ ഫേസ് ചെയ്യുവാൻ കഴിയാതെ അനാമിക ആ സമയത്ത് മെല്ലെ തല കുനിക്കുകയാണ്. ഈ സമയം 3 പേരും കൂടി നയനയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് കണ്ടുകൊണ്ട് മറഞ്ഞു നിന്നിടത്ത് നിന്ന് ദേവയാനി പെട്ടെന്ന് അവരുടെ മുൻപിലേക്ക് എത്തുന്നുണ്ട്. എന്നിട്ട് ദേവയാനി ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെ രാവിലെ തന്നെ തുടങ്ങിയോ വഴക്കും ബഹളവും ഒക്കെ? എന്താണ് നയനെ, നിനക്ക് ഓഫീസിൽ പോകാനുള്ള സമയമായില്ലേ? പിന്നെ എന്തിനാണ് നീ ഇവരോട് സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നത്? ദേവയാനിയോട് മറുപടി പറയുവാൻ നയന വായി തുറക്കുന്നതിന് മുൻപ് തന്നെ അനാമിക പറയുകയാണ്, വലിയമ്മേ, ഇവൾക്ക് ഭയങ്കര അഹങ്കാരമാണ്. അടുക്കളയുടെ 7 അയലത്തേക്ക് അവൾ വരില്ല. തിന്നാൻ മാത്രം താഴേക്ക് ഇറങ്ങി വരും. നേരം വെളുക്കുമ്പോൾ ഓഫീസിലേക്കാണെന്നും പറഞ്ഞ് കെട്ടിയൊരുങ്ങി പുറപ്പെടും. അവൾ ആരോ ആണെന്നാണ് അവളുടെ ഭാവം. അവളുടെ പോക്കും വരവും ഒക്കെ കണ്ടാൽ അനന്തപുരിക്കാർ മുഴുവനും അവളുടെ താഴെയാണെന്നും അവൾ ഇവിടുത്തെ രാജകുമാരിയാണ് എന്നുമൊക്കെയുള്ള ഭാവത്തിലാണ്. അതേക്കുറിച്ച് അമ്മയും അപ്പച്ചിയും കൂടി അവളോട് ചോദിച്ചതേ ഉള്ളൂ. അവരെ കടിച്ചു കീറുവാനുള്ള ഭാവത്തോടു കൂടി അവൾ വരികയാണ്. ഇത് കേട്ടിട്ട് ദേവയാനി മനസ്സിൽ പറയുകയാണ്, അതേടി, എൻ്റെ മരുമകൾ ഇവിടുത്തെ രാജകുമാരി തന്നെയാണ്. തുടർന്ന് ഒരു വലിയ ഗൗരവത്തോടെ ദേവയാനി നയനയോട് ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയാ നയനെ ഇവർ ഈ പറയുന്നത്? നീ എന്താ വഴക്കിനുള്ള പുറപ്പാടിലാണോ? നിനക്ക് ഓഫീസിൽ പോകണ്ടേ? അമ്മ, ഇവർ പറയുന്നത് പോലെ അല്ല കാര്യങ്ങൾ. ഞാൻ രാവിലെ തന്നെ ഓഫീസിൽ പോകുവാൻ വേണ്ടി റെഡിയായി ഇറങ്ങിയതാണ്. ഞാൻ വരുന്നത് കണ്ടുകൊണ്ട് ഇവർ 3 പേരും കൂടി മനഃപൂർവ്വം എന്നോട് ശണ്ട കൂടുവാൻ തയ്യാറായതാണ്. ഞാൻ അടുക്കളയിൽ കയറുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ പരാതി. അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ കയറാതിരുന്നത്. സത്യത്തിൽ എനിക്ക് അടുക്കളയിൽ കയറുന്നതും ഭക്ഷണം ഉണ്ടാക്കുന്നതും വീട്ടുജോലികൾ ചെയ്യുന്നതുമൊക്കെ ഏറെ ഇഷ്ടമുള്ള കാര്യങ്ങൾ തന്നെയാണ്. അത് അമ്മയ്ക്ക് അറിയാമല്ലോ. വെറുതെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനോട് എനിക്ക് ഒരു താല്പര്യവുമില്ല. പക്ഷേ അമ്മ എന്നെ കയറ്റാറില്ലല്ലോ. മാത്രവുമല്ല, ഞാൻ ഓഫീസിൽ പോകുന്നത് ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഈ വീട്ടിലെ വേലക്കാരി മാത്രമാണ്. വേലക്കാരി അടുക്കളയിൽ മാത്രം നിന്നാൽ മതി, ഒരുങ്ങിക്കെട്ടി ജോലിക്കെന്ന് പറഞ്ഞു പോകാതെ അവർക്ക് വെച്ചു വിളമ്പി കൊടുത്തേ പറ്റൂ എന്നുള്ളതാണ് ഇവർ പറഞ്ഞു വരുന്നതിൻ്റെ സാരം. അമ്മ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഓഫീസിൽ പോകാനും തീരുമാനിച്ചത്. അതുകൊണ്ട് നാളെ മുതൽ അതിരാവിലെ ഉണർന്ന് ഈ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്തു തീർത്തതിന് ശേഷം ഞാൻ ഓഫീസിലേക്ക് പോയിക്കൊള്ളാം. അതെനിക്ക് ഇഷ്ടമുള്ള ജോലിയാണല്ലോ. അപ്പോൾ ദേവയാനി, നീ അടുക്കളയിൽ കയറണ്ട എന്ന് പറഞ്ഞത് ഞാൻ തന്നെയാണ്. ഇപ്പോൾ ഞാനാണല്ലോ ഈ വീട്ടിലെല്ലാവർക്കും വെച്ചു വിളമ്പുന്നത്. നിന്നെ മാറ്റി നിർത്തിയിട്ട് ആ സ്ഥാനത്ത് ഇവരെ ആരെയും വിളിച്ചു കയറ്റി ഞാൻ പണിയെടുപ്പിച്ച് കഷ്ടപ്പെടുത്തുന്നില്ല. മീനാക്ഷി ജോലിക്ക് വേണ്ടി വരുന്നുണ്ട്. അത്യാവശ്യം എന്നെ സഹായിക്കുവാൻ അവൾ മാത്രം മതി. എനിക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ ഇവിടുത്തെ ജോലിയൊക്കെ. എനിക്കതിൽ യാതൊരു കംപ്ലൈൻറ്റുമില്ല. അതുകൊണ്ട് അതൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം. നിന്നെ ഏൽപ്പിച്ച ജോലി മാത്രം നീ ചെയ്തു തീർത്താൽ മതി. അതുകൊണ്ട് ഓഫീസിൽ പോകാൻ നോക്ക്. ആവശ്യമില്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് അതിന് മറുപടി പറയാൻ നിൽക്കണ്ട കേട്ടോ. അപ്പോൾ നയന ചോദിക്കുകയാണ്, അമ്മേ, എത്രത്തോളം എന്ന് കണ്ടാണ് ഇവരുടെ ചോദ്യങ്ങളും കുത്തുവാക്കുകളും ഒക്കെ കേട്ടിട്ട് മിണ്ടാതെ പോകാൻ കഴിയുന്നത്? ചിലപ്പോൾ അതിന് മറുപടി ഞാൻ പറഞ്ഞെന്നിരിക്കും. നയനയുടെ ഈ സംസാരം കേട്ടുകൊണ്ട് 3 പേരും കൂടി നയനയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കുമ്പോൾ ദേവയാനി നയനയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കണ്ണിറുക്കി കാണിക്കുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ട് ഒരു ചെറു പുഞ്ചിരിയോടുകൂടി നയന ഓഫീസിലേക്ക് ഇറങ്ങി പുറപ്പെടുകയാണ്. നയന ഇറങ്ങിപ്പോകുന്ന സമയത്ത് പെട്ടെന്ന് അവരുടെ 3 പേരുടെയും മുൻപിൽ വെച്ച് തന്നെ ദേവയാനി ഫോൺ എടുത്തിട്ട് ആദർശിനെ വിളിക്കുന്നത് പോലെ വെറുതെ ഫോൺ അങ്ങനെ ചെവിയോട് ചേർത്ത് പിടിക്കുകയാണ്. തുടർന്ന് ദേവയാനി ആദർശിനോട് എന്നവണ്ണം ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, മോനെ ആദർശേ, അമ്മ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. അത് ഞാൻ നിന്നോട് പറയാൻ വേണ്ടിയാണ് വിളിച്ചത്. നമ്മുടെ ജുവല്ലറിയുടെ പ്രധാനപ്പെട്ട 2 ബ്രാഞ്ചുകൾ അനന്തപുരിയിലെ ഒരു മരുമകളെ ഏൽപ്പിക്കണം എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. അത് നാളെ തന്നെ ചെയ്യണം. 2 ബ്രാഞ്ചുകളുടെ MD ആയി അനന്തപുരിയിലെ ഒരു മരുമകൾ ചാർജ് എടുക്കട്ടെ. അതാണ് എൻ്റെ തീരുമാനം. അങ്ങനെ ആണുങ്ങളായ നിങ്ങൾ 2 പേർ മാത്രം നേതൃസ്ഥാനത്തിരുന്നാൽ പോരല്ലോ. ഇവിടെ ഇപ്പോൾ മരുമക്കളായി 3 പേരുണ്ട്. ഒരാൾ പ്രസവത്തിന് വേണ്ടി പോയി, ബാക്കിയുള്ള 2 പേർ ഇവിടെ ഇപ്പോഴുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ഉത്തരവാദിത്തങ്ങളും ചുമതലകളും ഒക്കെ മറ്റുള്ളവരുടെ കൂടെ ചുമലിലേക്ക് വെച്ചു കൊടുക്കുന്നതാണ് ഭംഗി എന്ന് എനിക്ക് തോന്നുന്നു. എന്നിട്ട് അല്പനിമിഷം ദേവയാനി ഇങ്ങനെ ആദർശ് പറയുന്നത് കേൾക്കുന്നു എന്നുള്ള ഭാവത്തിൽ മിണ്ടാതെ നിൽക്കുകയാണ്. തുടർന്ന് വീണ്ടും പറയുകയാണ്, ആരാണ് എന്താണ് എന്നൊന്നും ഇപ്പോൾ നീ ചോദിക്കണ്ട, അതൊക്കെ വഴി അറിയാം. എന്തായാലും നാളെ രാവിലെ ഞാൻ എൻ്റെ മരുമകളെ കൂട്ടിക്കൊണ്ട് അവിടെ എത്തും. ആ സമയത്ത് ഞാൻ പറഞ്ഞ 2 ബ്രാഞ്ചുകളുടെ ചുമതല അനന്തപുരിയിലെ എൻ്റെ മരുമകളുടെ കയ്യിലേക്ക് നീ ഏൽപ്പിക്കണം. ദേവയാനിയുടെ ഈ സംസാരം കേട്ടിട്ട് ഒരു നിമിഷം അനാമിക ഒന്ന് ഞെട്ടുന്നുണ്ട്. ഒപ്പം അമ്പരപ്പോടുകൂടി ജലജയുടെയും ജാനകിയുടെയും മുഖത്തേക്ക് നോക്കുകയാണ്. ഉടൻ തന്നെ ഒരു ഊറിയ ചിരിയോടുകൂടി അനാമിക ദേവയാനിയുടെ മുൻപിലേക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, വലിയമ്മേ, മൂർത്തീസ് ജ്വല്ലറിയുടെ 2 ബ്രാഞ്ചുകൾ അനന്തപുരിയിലെ മറ്റൊരു മരുമകളെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞത് ആരെക്കുറിച്ചാണ്? ആകെ 3 മരുമക്കൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. അതിലൊരാൾ പ്രസവത്തിന് വേണ്ടി വീട്ടിലേക്ക് പോയിരിക്കുന്നു. പിന്നെയുള്ള ഒരാൾ അനന്തപുരിയിലെ ചീഫ് ഡിസൈനറാണ്. അപ്പോൾ പിന്നെ 2 ബ്രാഞ്ചുകളുടെ MD സ്ഥാനത്തേക്ക് എന്നെയാണ് അല്ലേ വലിയമ്മ നിയമിക്കുവാൻ പോകുന്നത്? എനിക്ക് മനസ്സിലായി. അല്ലെങ്കിലും എനിക്കറിയാം വലിയമ്മയുടെ മനസ്സ് എന്താണെന്ന്, വലിയമ്മയുടെ സ്നേഹം എന്താണെന്ന്. എനിക്ക് ഒരുപാട് സന്തോഷമായി കേട്ടോ. അനാമികയുടെ ഈ സംസാരം കേട്ടിട്ട് ഒരു മറുപടിയും പറയാതെ ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടി ദേവയാനി തൻ്റെ മുറിയിലേക്ക് അപ്പോൾ തന്നെ കയറിപ്പോയി.
ആ സമയത്ത് അനാമിക മനസ്സിൽ ഉറപ്പിച്ചു തന്നെ തന്നെയാണ് വല്യമ്മ രണ്ട് ജ്വല്ലറികൾ ഏൽപ്പിക്കാൻ പോകുന്നത്. എന്നിട്ട് ചിരിയോടെ ജലജയോടും ജാനകിയോടും പറയുകയാണ്, എന്തായാലും നമ്മുടെയൊക്കെ പ്രാർത്ഥന ഫലിച്ചു. വല്യമ്മ രണ്ട് ജ്വല്ലറികൾ എന്നെയാണ് ഏൽപ്പിക്കാൻ പോകുന്നത്. എന്ന് വെച്ചാൽ നാളെ മുതൽ ഞാൻ അവളുടെ മുകളിലാണ്. അവൾ വെറും ഒരു ജോലിക്കാരി മാത്രം. ഞാൻ മൂർത്തീസ് ഗ്രൂപ്പിന്റെ രണ്ട് ജ്വല്ലറികളുടെ MD. ഞാനിത് എൻ്റെ അച്ഛനോടും അമ്മയോടും ഒന്ന് വിളിച്ചു പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വേഗം മുറിയിലേക്ക് കയറി ഫോൺ എടുത്ത് വേണുവിനെയും രേവതിയും വിളിച്ചിട്ട് അനാമിക പറയുകയാണ്, അമ്മേ, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് കേട്ടോ. നാളെ മുതൽ മൂർത്തീസ് ജ്വല്ലറി ഗ്രൂപ്പിന്റെ രണ്ട് ജ്വല്ലറികളുടെ MD ആയി ഞാൻ ചാർജ് എടുക്കുകയാണ്. അയ്യോ മോളെ, സത്യം തന്നെയാണോ മോളി പറയുന്നത്? ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു? പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ലമ്മേ. ഇന്ന് രാവിലെ നയന ഓഫീസിലേക്ക് ഒരുങ്ങി ഇറങ്ങിയപ്പോൾ മനഃപൂർവ്വം ഞങ്ങൾ ഒരു സംസാരം അവിടെ ഉണ്ടാക്കി. ഞങ്ങൾ അവളെ എടുത്തിട്ടൊന്ന് കുടഞ്ഞു. ഇതെല്ലാം കേട്ടുകൊണ്ട് വലിയമ്മ അവിടേക്ക് വരികയും അവളുടെ മുൻപിൽ വെച്ച് വലിയമ്മ ഈ തീരുമാനം അങ്ങ് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇനി മുതൽ ഞാൻ അവളുടെ താഴെയല്ല, അവൾക്കൊപ്പവുമല്ല, അവൾക്ക് മുകളിലാണ്. ഞാൻ പറയുന്നത് ഇനി മുതൽ നയനയ്ക്ക് അനുസരിക്കേണ്ടി വരും. ഇത്രയും നാളും മൂർത്തീസ് ഗ്രൂപ്പിന്റെ ചീഫ് ഡിസൈനർ എന്നുള്ള ഒരു അഹങ്കാരവും നികളവുമൊക്കെ അവൾക്കുണ്ടായിരുന്നു. ഇതോടെ അതങ്ങ് തീർന്നു കിട്ടുകയാണ്. അപ്പോൾ അച്ഛനും അമ്മയും കൂടി ഒരു കാര്യം ചെയ്യണം. മൂർത്തീസ് ഗ്രൂപ്പിന്റെ പുതിയ ജ്വല്ലറികളുടെ MD ആയി ഞാൻ നാളെ ചാർജ് എടുക്കുമ്പോൾ അത് കാണുവാൻ വേണ്ടി അച്ഛനും അമ്മയും ഇവിടെ ഉണ്ടാകണം. നിങ്ങളുടെ അനുഗ്രഹത്തോടു കൂടി വേണം എനിക്ക് ഇവിടെ നിറങ്ങാൻ. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പുറപ്പെടണം. ഇന്നത്തെ ദിവസം നമുക്കിവിടെ കൂടാം, ഇവിടെ ഒന്ന് അടിച്ചു പൊളിക്കാം. ഇത്രയും കേട്ടപ്പോൾ തന്നെ വേണുവിനും രേവതിക്കും ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. വേണു ഫോൺ വാങ്ങിയിട്ട് പറയുകയാണ്, മോളെ, ഇത്ര പെട്ടെന്ന് ഈ ഒരു അവസ്ഥയിൽ നീ എത്തിച്ചേരുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കേട്ടോ. കാര്യങ്ങളുടെയൊക്കെ പോക്ക് കണ്ടിട്ട് അനന്തപുരിയിൽ നിന്നും മോൾ എപ്പോഴാണ് പുറത്തു ചാടുക എന്നുള്ള ചിന്തയിലായിരുന്നു ഞങ്ങൾ. പക്ഷേ നമ്മുടെയൊക്കെ മനസ്സിന്റെ വേദന ദൈവം കണ്ടു മോളെ. അതുകൊണ്ട് ദൈവം നിനക്ക് തുറന്നു തന്ന വഴിയാണിത്. ഇത് നമുക്ക് ആഘോഷിക്കണം മോളെ. ഞങ്ങൾ ഇപ്പോൾ തന്നെ പുറപ്പെടുകയാണ്. ഇത് പറഞ്ഞിട്ട് വേണുവും രേവതിയും കൂടി അനന്തപുരിയിലേക്ക് യാത്ര തിരിക്കുന്നു. പോകുന്ന വഴിയിൽ വേണു രേവതിയോട് പറയുന്നുണ്ട്, എൻ്റെ രേവതി, സത്യത്തിൽ ഊണും ഉറക്കവുമില്ലാത്ത എത്രയോ ദിവസങ്ങൾ കൂടി നമ്മൾ മുൻപോട്ട് പോയി. പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ മുൻപോട്ട് നീങ്ങാതിരുന്നപ്പോൾ വല്ലാത്ത ഭയമായിരുന്നു ഊണിലും ഉറക്കത്തിലുമെല്ലാം. പക്ഷേ ഇപ്പോൾ കാര്യങ്ങളൊക്കെ വീണ്ടും ദൈവം നമുക്ക് അനുകൂലമാക്കിയിരിക്കുകയാണ്. ഒരു ജ്വല്ലറിയിലെങ്കിലും അവൾക്ക് കയറുവാൻ പറ്റിയിരുന്നുവെങ്കിൽ എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ ഇപ്പോൾ അവൾ രണ്ട് ജ്വല്ലറികളുടെ ചുമതലയിലേക്ക് എത്തിയിരിക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഒന്നും ഭയപ്പെടാനില്ല രേവതി. ഈ രണ്ട് ജ്വല്ലറികളിലെ സ്വർണം ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് MD ആണ്, അതായത് നമ്മളുടെ മകൾ. എന്ന് വെച്ചാൽ നമ്മൾ തീരുമാനിക്കും കാര്യങ്ങൾ. ഇതോടുകൂടി നമ്മുടെ പ്രശ്നങ്ങൾ തീർന്നു രേവതി. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ ഇരുവരും അനന്തപുരിയിലേക്ക് എത്തുകയാണ്. വേണുവും രേവതിയും എത്തി അല്പനിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ നയനയും ജോലി കഴിഞ്ഞ് അനന്തപുരിയിലേക്ക് മടങ്ങിയെത്തുന്നുണ്ട്. നയനയെ കണ്ട മാത്രയിൽ അനാമിക പെട്ടെന്ന് നയനയോട് പറയുകയാണ്, എടി, എൻ്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്. അവർ യാത്ര ചെയ്ത് വല്ലാത്ത ക്ഷീണത്തിലാണ് വന്നിരിക്കുന്നത്. നല്ല ദാഹമുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവർക്ക് രണ്ടുപേർക്കും ഓരോ ഗ്ലാസ് ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ടുവരണം. അതെന്താ അനാമികെ, നിന്റെ അച്ഛനും അമ്മയും ഇവിടെ കയറി വന്നിട്ട് ഒരു ഗ്ലാസ് ജ്യൂസ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ നിനക്ക് പറ്റില്ലേ? നിനക്കത് അറിയില്ലെങ്കിൽ നിന്റെ അമ്മായിയമ്മയോട് പറഞ്ഞാൽ പോരെ, അവരുണ്ടാക്കി കൊടുക്കില്ലേ? അതിനുവേണ്ടി ഇപ്പോൾ ഞാൻ വരാൻ കാത്തു നിൽക്കുകയായിരുന്നു. തൽക്കാലം അവരെ പോലെ തന്നെ എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ഓഫീസിൽ ഒരുപാട് ജോലികളുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. എനിക്ക് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് എടുക്കണം. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക? നീ കുറച്ച് നാളുകളായിട്ട് ഒരു പണിയും ചെയ്യാതെ നടക്കുകയല്ലേ ഇവിടെ? മലമറിക്കാനൊന്നും നിന്നോട് പറഞ്ഞില്ലല്ലോ. 2 ഗ്ലാസ് ജ്യൂസ് ഉണ്ടാക്കാൻ മാത്രമല്ലേ പറഞ്ഞുള്ളൂ. അതിപ്പോൾ നീ ചെയ്തേ പറ്റൂ. ഓഫീസിൽ നീ കട്ടിപ്പണിയൊന്നും ചെയ്യാനല്ലല്ലോ പോയത്. വെറുതെ കുത്തിയിരുന്ന് വരയ്ക്കുകയല്ലേ. അതിനാണോ ഇത്രയും ക്ഷീണം? വെറുതെ ആൾക്കാരെ വെഡ്ഡികളാക്കരുത്. 1 ഗ്ലാസ് ജ്യൂസ് ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ അവൾക്ക് ക്ഷീണമാണ് പോലും. ഇതൊക്കെ കേട്ടിട്ട് നയന മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇവളോട് കൂടുതൽ സംസാരിച്ചിട്ട് കാര്യമില്ല. എന്തായാലും 2 ഗ്ലാസ് ജ്യൂസിന്റെ കാര്യമല്ലേ ഉള്ളൂ, അതങ്ങ് എടുത്തേക്കാം. ഇത് പറഞ്ഞ് താൻ അടുക്കളയിലേക്ക് പോവുകയാണ്. നയന പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ജലജ ചോദിക്കുന്നുണ്ട്, 2 ഗ്ലാസ് ജ്യൂസ് എടുക്കുവാൻ വേണ്ടി അടുക്കളയിലേക്ക് ഒരുവൾ കയറിയിട്ട് മണിക്കൂർ 1 ആയല്ലോ. അവൾ അവിടെ എന്തെടുക്കുകയാണ്? ഇനി ഒരുപക്ഷെ അമ്മായിയമ്മയ്ക്ക് പാലിനകത്ത് വിഷം കലർത്തിയതുപോലെ നിങ്ങൾക്ക് കുടിക്കാൻ തരുന്ന ജ്യൂസിൽ എന്തെങ്കിലും പൊടി കലക്കുമോ എന്ന് എനിക്ക് ഭയമുണ്ട്. എന്തായാലും ഞാൻ പോയിന്ന് നോക്കിയിട്ട് വരാം. ഇത് പറഞ്ഞ് ജലജയും അടുക്കളയിലേക്ക് പോവുകയാണ്. ജലജ അവിടേക്ക് കയറി ചെല്ലുമ്പോൾ നയന ഫ്രൂട്ട്സ് ഒക്കെ എടുത്ത് അതിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ജലജ പറയുകയാണ്, എടി, 2 ഗ്ലാസ് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് നീ അടുക്കളയിലേക്ക് വന്നത്. മണിക്കൂർ 1 ആയി. അവർ ദാഹിച്ചിട്ട് കുടിക്കാനാണ് ചോദിച്ചത്. അല്ലാതെ നിന്റെ സമയത്ത് വെള്ളം കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞല്ല നിന്നെ ഇങ്ങോട്ട് വിട്ടത്. അല്ല അപ്പച്ചി, ഫ്രൂട്ട്സ് അതിൻ്റെ തൊലിയൊക്കെ ഞാൻ ചെത്തിക്കളഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പച്ചി കാണുന്നില്ലേ? ഞാൻ റോബോട്ടൊന്നുമല്ല. പറഞ്ഞ ഉടൻ തന്നെ ജ്യൂസുമായിട്ട് അങ്ങോട്ട് വരാൻ. ഇതിനൊക്കെ ഇത്തിരി സമയമെടുക്കും. എനിക്ക് പകരം അപ്പച്ചി ആയിരുന്നു ഇങ്ങോട്ട് വന്നിരുന്നതെങ്കിൽ ഫ്രിഡ്ജ് തുറന്നിട്ട് പെട്ടെന്ന് 2 ഗ്ലാസ് ജ്യൂസ് വരട്ടെ എന്ന് പറഞ്ഞ് ഗ്ലാസ് നിറച്ച് ജ്യൂസുമായിട്ട് അങ്ങോട്ട് വരുമായിരുന്നോ? ഞാൻ ചെയ്യുന്നത് പോലെ തന്നെയല്ലേ അപ്പച്ചിയും ചെയ്യത്തുള്ളൂ. ഇതിനൊക്കെ കുറച്ച് സമയം വേണ്ടേ?
ഓഹോ, നിന്റെ വാചക കസർത്ത് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഞാനിപ്പോൾ വന്നതേ ജ്യൂസിനകത്ത് നീ ആളെ കൊല്ലുന്ന എന്തെങ്കിലും പൊടി കലർത്തുമോ എന്നറിയാൻ വേണ്ടിയാണ്. ആഹാ, അത് ശരി. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, അപ്പച്ചി തന്നെ ജ്യൂസ് അങ്ങ് ഉണ്ടാക്കി കൊടുത്താൽ മതി. അങ്ങനെയാകുമ്പോൾ കുടിക്കുന്നവർക്ക് ദീർഘായുസോടുകൂടി ഇരിക്കാമല്ലോ. ഇതാ പിടി. ഇത് പറഞ്ഞിട്ട് ജലജയുടെ കയ്യിലേക്ക് കത്തിയും ഫ്രൂട്ട്സും വെച്ച് കൊടുത്തിട്ട് നയന ഇറങ്ങി അങ്ങ് പോയി. വന്ന് കയറിയത് അബദ്ധമായി പോയല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് തുടർന്ന് ബാക്കിയുള്ള പണികളൊക്കെ ജലജ ചെയ്ത് അങ്ങനെ ജ്യൂസുമായി വേണുവിൻ്റെയും രേവതിയുടെയും മുൻപിലേക്ക് എത്തുകയാണ്. അപ്പോൾ അനാമിക ചോദിക്കുന്നുണ്ട്, എന്താ അപ്പച്ചി ജ്യൂസുമായി വരുന്നത്? അവളോടല്ലേ ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ടുവരാൻ പറഞ്ഞത്? എന്തു പറയാനാ മോളെ, ഞാൻ അവിടേക്ക് ചെന്നപ്പോൾ അവൾ അവിടെ വെറുതെ ഇരിക്കുകയാണ്. ഞാൻ അവളോട് നീ എന്താ ജ്യൂസ് ഉണ്ടാക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ അത്ര നിർബന്ധമാണെങ്കിൽ അപ്പച്ചി ഉണ്ടാക്കി കൊടുക്ക് എന്ന് പറഞ്ഞ് അവളൊരൊറ്റ പോക്ക്. അഹങ്കാരി. ഉടനെ അനാമിക പറയുകയാണ്, ഓഹോ, അവൾ അത്രയ്ക്കായോ? അങ്ങനെ അവളെ വിട്ടാൽ പറ്റില്ലല്ലോ. ഇന്ന് ഞാൻ ഈ അടുക്കളയിൽ അവളെ കയറ്റിയിരിക്കും. അവളെ കൊണ്ട് തന്നെ ഇന്നത്തെ ഭക്ഷണം ഞാൻ ഉണ്ടാക്കിച്ചിരിക്കും. നമുക്ക് നോക്കാം. അല്പനിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ നയന വീണ്ടും താഴേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോൾ അനാമിക നയനയുടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുകയാണ്, എടി, നിന്നോടല്ലേ ഞാൻ ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ടുവരാൻ പറഞ്ഞത്? എന്നിട്ട് നീ എന്താ ചെയ്തത്? നീ അപ്പച്ചിയെ ഏൽപ്പിച്ചിട്ട് കയറിപ്പോയി അല്ലേ? എൻ്റെ അമ്മയ്ക്കും അച്ഛനും അല്പം ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാൻ പോലും നിനക്ക് താല്പര്യമില്ല അല്ലേടി? അനാമികയെ, എൻ്റെ അച്ഛനും അമ്മയും അല്ല ഇവിടെ വന്നത്, നിന്റെ അച്ഛനും അമ്മയുമാണ്. അവർക്ക് ഒരു ഗ്ലാസ് ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് എന്നേക്കാൾ ആവശ്യം നിനക്കല്ലേ? പക്ഷെ നീ അത് ചെയ്തില്ലല്ലോ. പിന്നെ നിന്നെ ഭയന്നിട്ടൊന്നുമല്ല പോട്ടയെന്ന് വെച്ചിട്ട് ഞാൻ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് പോയതാ. എൻ്റെ പിന്നാലെ കയറി വന്നിട്ട് അപ്പച്ചി ചോദിക്കുകയാണ്, ഞാൻ ജ്യൂസിനകത്ത് വിഷം കലർത്തി കൊടുത്ത് അവരെ കൊല്ലാൻ പോവുകയാണോന്ന്. എന്നെ അത്രയും സംശയമാണെങ്കിൽ പിന്നെ അപ്പച്ചി അങ്ങ് ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവരുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചിട്ട് പോയതാണ്, അത്രേ ഉള്ളൂ. ഉടനെ അനാമിക, അപ്പച്ചി പറഞ്ഞതിൽ കാര്യമുണ്ട്, ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം. പക്ഷേ ഞാനൊരു കാര്യം പറയാം, എൻ്റെ അച്ഛനും അമ്മയ്ക്കും വൈകിട്ട് കഴിക്കാൻ വേണ്ടി ബിരിയാണി ഉണ്ടാക്കണം. ആ കൂട്ടത്തിൽ എനിക്കും വേണം. അതുകൊണ്ട് ഞങ്ങൾക്ക് 3 പേർക്കും വൈകിട്ട് ചിക്കൻ ബിരിയാണി അത് നീ തന്നെ ഉണ്ടാക്കണം. അനാമികയെ, ഇവിടെ സാധാരണ വൈകിട്ട് കഴിക്കുവാൻ വേണ്ടി പ്രത്യേകിച്ച് ആഹാരമൊന്നും ആർക്കും ഉണ്ടാക്കാറില്ലല്ലോ. ഉച്ചയ്ക്ക് കഴിക്കുന്നതിൻ്റെ ബാക്കിയല്ലേ നമ്മൾ വൈകിട്ട് കഴിക്കുന്നത്. ഇവിടെ അത്യാവശ്യത്തിന് ഭക്ഷണമുണ്ടല്ലോ, അതുപോരെ. അതെൻ്റെ അച്ഛനും അമ്മയ്ക്കും കൊടുക്കാൻ പറ്റില്ല. അവർക്ക് ബിരിയാണി തന്നെ ഉണ്ടാക്കി കൊടുക്കണം. നിന്നോട് പറഞ്ഞത് നീ അങ്ങ് കേട്ടാൽ മതി. നീ ആയിരുന്നല്ലോ ഇവിടെ എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. വലിയമ്മ നിന്നോട് ജോലിക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞതോടുകൂടി നിനക്കെന്താ കൊമ്പ് മുളച്ചോ? അനാമിക, നീ വെറുതെ എന്നോട് ആവശ്യമില്ലാതെ ഉടക്കാൻ നിൽക്കണ്ട. ഞാൻ ഓഫീസിൽ പോയി വെറുതെ ഇരുന്നിട്ടല്ല ഈ വരുന്നത്. അവിടെ എനിക്ക് കാര്യമായി പണിയുണ്ട്. ആ പണി മുഴുവൻ തീർത്തിട്ടല്ല ഞാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാത്രിയിൽ ഇവിടെ ഇരുന്നു കൊണ്ട് ഞാൻ ബാക്കി ചെയ്തു തീർക്കുകയാണ്. എനിക്ക് അത്യാവശ്യമായി തീർക്കേണ്ട കുറച്ച് ഡിസൈനുകളുണ്ട്, അത് ചെയ്തേ പറ്റൂ. അതുകൊണ്ട് ബിരിയാണി ഒന്നും ഉണ്ടാക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഉടനെ ഇത് കേട്ടുകൊണ്ട് രേവതി അവിടേക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, ഓഹോ, നിനക്ക് എന്നു മുതലാടി ഇത്ര അഹങ്കാരം തുടങ്ങിയത്? നീ ഇപ്പോൾ ഇവിടുത്തെ ജ്വല്ലറിയുടെ ഡിസൈനർ മാത്രമല്ലേ? എന്നാൽ നീ നോക്കിക്കോ, നാളെ മുതൽ എൻ്റെ മോള് നിന്റെ മുകളിലായിരിക്കും. 2 ജ്വല്ലറികളുടെ മേൽനോട്ടമാണ് അനാമിക മോളെ ഏൽപ്പിക്കാൻ പോകുന്നത്. എന്ന് വെച്ചാൽ മൂർത്തീസ് ഗ്രൂപ്പിന്റെ 2 ജ്വല്ലറികളുടെ MD അനാമിക മോളായിരിക്കും. അങ്ങനെയാവുമ്പോൾ എൻ്റെ മോൾ പറയുന്നത് നീ അനുസരിച്ചേ പറ്റൂ. അപ്പോൾ പിന്നെ ഒരു ബിരിയാണി ഉണ്ടാക്കാൻ പറഞ്ഞാൽ നിനക്കെന്താ ഇത്ര മടി? രേവതിയും അനാമികയും ഒരുമിച്ച് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ നയന മനസ്സിൽ പറയുകയാണ് വീണ്ടും, ഇവറ്റകളോടൊന്നും സംസാരിച്ചിട്ട് ഒരു പ്രയോജനവുമില്ല. വെറുതെ ബഹളമുണ്ടാക്കാം എന്ന് മാത്രമേ ഉള്ളൂ. നിസ്സാരം 3 ബിരിയാണിയുടെ കാര്യമല്ലേ ഉള്ളൂ, സാരമില്ല എന്ന് പറഞ്ഞ് നയന അടുക്കളയിലേക്ക് പോവുകയാണ്. നയന പോകുന്നത് കണ്ടുകൊണ്ട് രേവതി അനാമികയോട് പറയുന്നുണ്ട്, മോളെ, പറയേണ്ടതുപോലെ പറഞ്ഞപ്പോൾ അവളുടെ കൊമ്പ് ഒടിഞ്ഞത് കണ്ടോ? ഇത്രയേ ഉള്ളൂ കാര്യം. ഇങ്ങനെ തന്നെ വേണം കൈകാര്യം ചെയ്യാൻ. തുടർന്ന് നയന അടുക്കളയിൽ കയറി ജോലി ആരംഭിക്കുകയാണ്. ഈ സമയത്ത് ദേവയാനി അടുക്കളയിലേക്ക് വരുന്നുണ്ട്. അടുക്കളയിൽ പണിയെടുക്കുന്ന നയനയെ കണ്ടുകൊണ്ട് ദേവയാനി ചോദിക്കുന്നുണ്ട്, അല്ല, മോൾ അടുക്കളയിൽ കയറിയത് എന്തിനാണ്? എന്തെങ്കിലും വേണമായിരുന്നുവെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരായിരുന്നോ? കോഫിയോ ജ്യൂസോ സ്നാക്സോ എന്തു വേണമെങ്കിലും അമ്മ ഉണ്ടാക്കുമായിരുന്നല്ലോ. മോൾക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി, ഞാൻ ഉണ്ടാക്കിക്കോളാം. തൽക്കാലം മോൾ അങ്ങോട്ട് ഇറങ്ങിക്കേ. എൻ്റെ അമ്മയെ, എനിക്കൊന്നും വേണ്ട. ഞാൻ വന്നു കയറിയപ്പോൾ മുതൽ എൻ്റെ പുറകിന് നടന്ന് അനാമികയും അവളുടെ അമ്മയും കൂടി ശല്യം ചെയ്യുകയാണ്. അവർക്ക് വൈകിട്ട് ബിരിയാണി മതി, അത് ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുക്കണം എന്ന് നിർബന്ധവുമാണ്. എനിക്ക് ജോലിയുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടും സമ്മതിക്കുന്നില്ല. ഒടുവിൽ വഴക്കുണ്ടാക്കണ്ട എന്ന് കരുതി ഞാൻ ഇങ്ങോട്ട് കയറിയതാണ്. അത് ശരി, അനാമിക ആജ്ഞാപിക്കുന്നത് അനുസരിക്കാനാണോ മോൾ ഇവിടെ നിൽക്കുന്നത്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. മോള് പോയി മോളുടെ ജോലി ചെയ്തേ. അവർക്ക് ബിരിയാണി അല്ലേ വേണ്ടത്, അത് ഞാൻ ഉണ്ടാക്കി കൊടുത്തുകൊള്ളാം. ഇത് പറഞ്ഞിട്ട് ദേവയാനി നയനയെ അവിടെ നിന്ന് പെട്ടെന്ന് പറഞ്ഞയക്കുകയാണ്. ഈ സമയത്ത് വീണ്ടും നയന പറയുന്നുണ്ട്, അയ്യോ അമ്മേ, അങ്ങനെ വേണ്ടമ്മേ, ഞാനും കൂടെ നിൽക്കാം. നമുക്ക് ഒരുമിച്ച് ഇത് ചെയ്യാം. ഞാൻ അമ്മയെ സഹായിക്കാം. മോളെ, ഇതൊന്നും വലിയ ജോലിയല്ലല്ലോ, മോള് പൊയ്ക്കോ, ഞാൻ ചെയ്തോളാം. ഇത് പറഞ്ഞ് നിർബന്ധിച്ച് നയനയെ പറഞ്ഞു വിട്ടിട്ട് ദേവയാനി മനസ്സിൽ പറയുന്നുണ്ട്, ബിരിയാണി കഴിക്കാൻ കെട്ടിയൊരുങ്ങി വന്നിരിക്കുകയാണ് കെട്ടിയോനും കെട്ടിയോളും കൂടി. ഇന്ന് നല്ല ഒന്നാന്തര ബിരിയാണി ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇത് പറഞ്ഞിട്ട് ആവശ്യത്തിലധികം ഉപ്പും എരിയും എല്ലാം കലർത്തി മനുഷ്യന് തിന്നാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ബിരിയാണി ദേവയാനി ഉണ്ടാക്കുന്നുണ്ട്.
എന്നിട്ട് ദേവയാനി മനസ്സിൽ പറയുകയാണ്, തന്തയ്ക്കും തള്ളയ്ക്കും മോൾക്കും എൻ്റെ മരുമകളെ കാണുമ്പോൾ ബാധ കയറും. അങ്ങനെ കയറുന്ന ബാധ ഇറങ്ങണമെങ്കിൽ ദേവയാനിയുടെ സ്പെഷ്യൽ ബിരിയാണി തന്നെ കഴിക്കണം, ഇല്ലെങ്കിൽ ഞാൻ കഴിപ്പിക്കും. ഇത് പറഞ്ഞ് ദേവയാനി അങ്ങനെ ബിരിയാണി റെഡിയാക്കി. തുടർന്ന് വൈകിട്ട് ഭക്ഷണം കഴിക്കുവാൻ രേവതിയും വേണും അനാമികയും ഒരുമിച്ച് വന്നിരിക്കുമ്പോൾ ദേവയാനി ബിരിയാണിയുമായി അവിടേക്ക് വരികയാണ്. ദേവയാനി കൊണ്ടുവരുന്ന ബിരിയാണി കണ്ടുകൊണ്ട് രേവതി പറയുന്നുണ്ട്, ആഹാ, ദേവേച്ചിയാണോ ബിരിയാണിയുമായി വരുന്നത്? ഞങ്ങൾ നയനയോടായിരുന്നു ബിരിയാണി ഉണ്ടാക്കാൻ ആവശ്യപ്പെട്ടത്. ദേവേച്ചിയുടെ മരുമകൾ എത്ര പെട്ടെന്ന് ബിരിയാണി ഉണ്ടാക്കിയോ? നല്ല മണം വരുന്നുണ്ട്, ഒരാനയെ തിന്നാനുള്ള വിശപ്പുമുണ്ട്. ഇത് കേട്ടുകൊണ്ട് ചിരിച്ചുകൊണ്ട് ദേവയാനി മൂവരുടെയും പ്ലേറ്റുകളിലേക്ക് ബിരിയാണി വിളമ്പുകയാണ്. ആർത്തിയോടെ ആ ബിരിയാണി എടുത്ത് വേണു വായിലേക്ക് വെച്ചിട്ട് പെട്ടെന്നൊരൊറ്റ തുപ്പാണ്. ഷേ, ഇതെന്താണ് ദേവയാനി നിങ്ങളുടെ മകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? എന്തൊരു എരിയാണിതിന്? ഓ, അവൾ പകരം വീട്ടുകയാണ് അല്ലേ? ഉടൻ തന്നെ അനാമികയും രേവതിയും വായിലേക്ക് വെച്ച ബിരിയാണി ഇറക്കുവാൻ കഴിയാതെ അത് തുപ്പുവാൻ വേണ്ടി വാഷ് ബേസിനിലേക്ക് ഓടുകയാണ്. എന്നിട്ട് അനാമിക ദേവയാനിയോട് പറയുകയാണ്, വല്യമ്മയുടെ മരുമകൾ ചെയ്തത് കണ്ടില്ലേ? ഞങ്ങളെ മനഃപൂർവ്വം ദ്രോഹിക്കാൻ വേണ്ടി അവൾ കാട്ടിക്കൂട്ടിയതാണ് ഇതൊക്കെ. അയ്യോ മോളെ, അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല. അവൾക്ക് എന്തെങ്കിലും കയ്യബദ്ധം സംഭവിച്ചതായിരിക്കും. സാരമില്ല മോളെ, മോള് പതിയെ അല്പം കഴിക്കേ. ഇച്ചിരി എരി കൂടുതലുണ്ട് എന്ന് മാത്രമല്ലേ ഉള്ളൂ. അത് കുറച്ച് വെള്ളം കൂടി കുടിക്കുമ്പോഴേക്ക് മാറും. അയ്യോ വല്യമ്മ, എന്താണ് ഈ പറയുന്നത്? ഇത് കഴിക്കാൻ പറ്റില്ല വല്യമ്മേ. അല്ലെങ്കിൽ വലിയമ്മ അല്പം എടുത്ത് വായിൽ വെച്ച് നോക്ക്, വായും വയറും മുഴുവൻ എരിഞ്ഞു ചാകും. എവിടെ അവൾ? ഇപ്പോൾ തന്നെ എനിക്ക് അവളോട് ചോദിക്കണം. അപ്പോൾ ദേവയാനി അനാമികയെ തടഞ്ഞുകൊണ്ട് പറയുകയാണ്, മോളെ ഇപ്പോൾ ചോദിക്കണ്ട, ഞാൻ തന്നെ അവളോട് ചോദിച്ചുകൊള്ളാം. അവൾ ജോലിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചു വന്ന നേരത്തല്ലേ നിങ്ങൾ അവളോട് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞത്? അതൊക്കെ ഉണ്ടാക്കിയിട്ട് അവൾ നേരത്തെ പോയി കിടന്നുറങ്ങിയിട്ടുണ്ടാവും. തൽക്കാലം അടുക്കളയിൽ ചോറും കറിയും ഒക്കെ ഉണ്ടാവും. മോളെടുത്ത് അച്ഛനും അമ്മയ്ക്കും കൊടുത്തിട്ട് മോള് കൂടി കഴിക്കും, ഞാൻ അവളോട് ചോദിക്കാം എന്ന് പറഞ്ഞ് ദേവയാനി മെല്ലെ മുകളിലേക്ക് കയറിപ്പോവുകയാണ്. തുടർന്ന് കാണുന്നത് നേരം വെളുത്ത് ദേവയാനി നയനയുടെ അരികിലേക്ക് ചെന്നിട്ട് നയനയോട് പറയുകയാണ്, മോളെ, വളരെ സുപ്രധാനമായൊരു തീരുമാനം ഞാൻ മോളോട് പറയാൻ വേണ്ടിയാണ് വന്നത്. മോളുടെ ജോലിയിൽ ഞാൻ ഒരു പ്രമോഷൻ ഒരുക്കിയിട്ടുണ്ട്. ഇന്നു മുതൽ നമ്മുടെ 2 ജ്വല്ലറികളുടെ മേൽനോട്ടം ഞാൻ മോളെ ഏൽപ്പിക്കുകയാണ്. അത് മോൾ ഉത്തരവാദിത്വത്തോടുകൂടി ഭംഗിയായി ചെയ്യണം. അയ്യോ അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇപ്പോൾ തന്നെ എനിക്കവിടെ പിടിപ്പത് പണിയുണ്ട്. അതിനിടയിൽ 2 ജ്വല്ലറികളുടെ MD സ്ഥാനം ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ അത് എന്നെക്കൊണ്ട് എങ്ങനെയാണ് കഴിയുക? മോളെ, പറ്റില്ല എന്നൊന്നും പറയരുത്. അത് മോളെ കൊണ്ട് കഴിയും എന്നെനിക്ക് നല്ല ഉറപ്പുണ്ട്. ഏറ്റെടുക്കുന്ന ഓരോ ജോലികളും ഉത്തരവാദിത്വത്തോടുകൂടി കൃത്യമായി മോള് ചെയ്തു തീർക്കും. അത് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഇതെൻ്റെ മോളെ തന്നെ ഞാൻ ഏൽപ്പിച്ചത്. എൻ്റെ ഒരു സന്തോഷം കൂടിയാണിത്. മാത്രവുമല്ല, എനിക്കും ആദർശിനും മോൾ ഈ സ്ഥാനത്തേക്ക് വരുമ്പോൾ കുറച്ച് ജോലി ഭാരം കുറഞ്ഞിരിക്കുകയും ചെയ്യും. പറ്റില്ല എന്ന് എന്നോട് പറയരുത്, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇത് കേട്ടിട്ട് നയനെ അങ്ങനെ അന്തം വിട്ട് നോക്കുമ്പോൾ, എങ്കിൽ വാ പോകാം എന്ന് പറഞ്ഞ് നയനെ വിളിച്ചുകൊണ്ട് ദേവയാനി താഴേക്ക് വരികയാണ്. ദേവയാനിയും നയനയും താഴേക്ക് എത്തുമ്പോൾ പുതിയ 2 ജ്വല്ലറികളുടെ MD സ്ഥാനം ഏറ്റെടുക്കുവാനുള്ള തയ്യാറെടുപ്പോടുകൂടി അങ്ങനെ ഭംഗിയായി അണിഞ്ഞൊരുക്കി അനാമിക റെഡിയായി താഴെ നിൽക്കുകയാണ്. അനാമികയെ യാത്രയയക്കുവാൻ രേവതിയും ജാനകിയും വേണുവും ജലജയും ഒക്കെ അവിടെയുണ്ട്. ദേവയാനി താഴെ എത്തിയപ്പോൾ അനാമിക പറയുന്നുണ്ട്, ആഹാ, വല്യമ്മ എന്നെക്കാൾ സുന്ദരിയായിട്ടാണല്ലോ അണിഞ്ഞൊരുക്കി വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇറങ്ങാം അല്ലേ വല്യമ്മേ? ഉടനെ ദേവയാനി അനാമികയോട്, എവിടേക്ക്? മൂർത്തീസ് ഗ്രൂപ്പിന്റെ 2 ജ്വല്ലറികളുടെ MD ആയി ഇന്നു മുതൽ മൂർത്തീസ് ഗ്രൂപ്പിന്റെ ചീഫ് ഡിസൈനറായ നയനയെ ഞാൻ ചുമതല ഏൽപ്പിക്കുകയാണ്. അതിനുവേണ്ടി നയനയെ കൂട്ടിക്കൊണ്ട് ഞാനിപ്പോൾ പോവുകയാണ്. മോളെന്തിനാണ് അതിന് എൻ്റെ കൂടെ വരുന്നത്? ദേവയാനിയുടെ ഈ സംസാരം കേട്ടിട്ട് എല്ലാവരും ഒരു നിമിഷം ഞെട്ടുകയാണ്. അപ്രതീക്ഷിതമായി ചെകിട്ട തടിയേറ്റതുപോലെ അനാമിക ഞെട്ടിത്തരിച്ചു നിന്നുകൊണ്ട് ദേവയാനിയോട് ചോദിക്കുകയാണ്, വല്യമ്മേ, എന്തൊക്കെയാണ് വല്യമ്മ ഈ പറയുന്നത്? എന്നെയല്ലേ പുതിയ ജ്വല്ലറികളുടെ MD ആയിട്ട് നിയമിക്കുന്നത്? ഞാൻ യാത്രയാകുന്നത് കാണുവാനും എന്നെ അനുഗ്രഹിക്കുവാനും വേണ്ടിയാണ് എൻ്റെ അച്ഛനും അമ്മയും ഇവിടേക്ക് വന്നിരിക്കുന്നത്. അനാമികെ, മോളെയാണ് ഞാൻ 2 ഗ്രൂപ്പുകളുടെ MD ആക്കി നിയമിക്കാൻ പോകുന്നത് എന്ന് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നോ? ഇല്ലല്ലോ. പിന്നെ എന്തിനാണ് മോളുടെ അച്ഛനെയും അമ്മയും ഒക്കെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത്? നയന ഉത്തരവാദിത്ത ബോധമുള്ള ഒരു പെൺകുട്ടിയാണ്. അവൾ നമ്മുടെ കമ്പനിക്ക് വേണ്ടി വലിയ ലാഭങ്ങൾ ഇതിനോടകം ഉണ്ടാക്കി കഴിഞ്ഞു. അതെനിക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. ഞാനും ആദർശും തമ്മിൽ ചർച്ച ചെയ്ത് തീരുമാനിച്ചൊരു കാര്യമാണ് ഇത്. 2 ജ്വല്ലറികളുടെ മേൽനോട്ടം നയനെ ഏറ്റെടുത്താൽ ആദർശിനും എനിക്കും അത്രയും ജോലി ഭാരം കുറഞ്ഞിരിക്കും. ഈ ഉത്തരവാദിത്വം കൂടി നയനെ ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ ജ്വല്ലറിക്ക് അത്രയും കൂടി നേട്ടമാണ് ഉണ്ടാകുന്നത്. അത് എനിക്കെൻ്റെ അനുഭവത്തിൽ കൂടി മനസ്സിലായിട്ടുള്ള കാര്യമാണ്. പെട്ടെന്ന് ജാനകി ചോദിക്കുന്നുണ്ട്, ഏട്ടത്തി എന്തൊക്കെയാണ് ഈ വിളിച്ചു പറയുന്നത്? എൻ്റെ മരുമകളെ 2 ജ്വല്ലറികളുടെ MD ആക്കാം എന്ന് ഏട്ടത്തി വാക്ക് കൊടുത്തിട്ട് പെട്ടെന്ന് എന്തുകൊണ്ടാണ് ഏട്ടത്തി ഇങ്ങനെ മലക്കം മറിയുന്നത്? ഉടനെ ദേവയാനി അനാമികയോട് ചോദിക്കുന്നുണ്ട്, ആണോ അനാമികെ, നിന്നോട് ഞാൻ പറഞ്ഞിരുന്നോ 2 ജ്വല്ലറികളുടെ MD ആക്കി നിന്നെ ഞാൻ നിയമിക്കാമെന്ന്? വല്യമ്മ എൻ്റെ മുമ്പിൽ വെച്ചല്ലേ കഴിഞ്ഞ ദിവസം ആദർശേട്ടനെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചത്?
അപ്പോൾ ഞാൻ വലിയ സന്തോഷത്തോടെ ഇതേക്കുറിച്ച് വലിയമ്മയോട് ചോദിച്ചപ്പോൾ ചിരിച്ചുകൊണ്ട് വലിയമ്മ അകത്തേക്ക് കയറിപ്പോയി. അത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ഉറപ്പിച്ചതാണ്, ഞാൻ തന്നെ ആയിരിക്കും ഈ 2 ജ്വല്ലറികളുടെ MD ആവുക എന്ന്. ഞാനല്ല ആ സ്ഥാനത്തേക്ക് പോകേണ്ടതെങ്കിൽ അന്നേരം വലിയമ്മ എന്തുകൊണ്ടാണ് അതെന്നോട് പറയാതിരുന്നത്? എന്തായാലും ഇത് വലിയ മോശമായി പോയി വലിയമ്മേ. ഞാൻ എത്രത്തോളം സ്വപ്നങ്ങൾ കണ്ടു എന്ന് വലിയമ്മയ്ക്ക് അറിയുമോ? അനാമികെ, മോൾ ഈ വീട്ടിൽ വന്ന് കയറിയ നാൾ മുതൽ മോളെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു ജോലിയും ഇവിടെ മോൾ ചെയ്തിട്ടില്ല. ഭക്ഷണവും കഴിച്ച് ഫോണിൽ കളിച്ച് അങ്ങനെ മാത്രം ജീവിക്കുന്ന ഒരാളാണ് മോൾ. അങ്ങനെയുള്ള മോൾക്ക് എന്തൊക്കെ കഴിവുകളുണ്ട് എന്നുള്ളത് ഈ വീട്ടിൽ ആർക്കും അറിയില്ല. അതൊക്കെ മോൾ ബോധ്യപ്പെടുത്തേണ്ടതല്ലേ ഇവിടെയുള്ളവരെ? അങ്ങനെ ബോധ്യപ്പെടണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്യണ്ടേ? അതൊക്കെ കാണുമ്പോഴല്ലേ ബാക്കിയുള്ളവർക്ക് മനസ്സിലാകുന്നത് ഈ കുട്ടിക്ക് കഴിവുണ്ട് എന്ന്. അങ്ങനെയൊന്നും മോൾ ചെയ്യില്ല. അടുക്കളയിലെങ്കിലും കയറി ജോലി ചെയ്യുവാൻ പറഞ്ഞാലും വേണ്ട രീതിയിൽ അതൊന്നും മാനിക്കാതെ, ഇനി അഥവാ അടുക്കളയിലൊന്ന് കയറിയാൽ തന്നെ ജാനകിയുടെ നിഴൽവെട്ടം കാണുമ്പോൾ പണിയെല്ലാം ജാനകിയെ ഏൽപ്പിച്ചിട്ട് മോള് ബെഡ്റൂമിലേക്ക് കയറിപ്പോകും. അങ്ങനെയുള്ള മോളുടെ എന്ത് കഴിവ് കണ്ടിട്ടാണ് ഈ വലിയ 2 ജ്വല്ലറികളുടെ നേതൃസ്ഥാനം മോളെ ഏൽപ്പിക്കുന്നത്? നയനയെ അത് ഏൽപ്പിക്കുവാനുള്ള കാര്യം അവളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. ഈ വീട്ടിൽ വന്നു കയറിയ നാൾ മുതൽ അവൾ നന്നായി പണിയെടുക്കുമായിരുന്നു. രാവിലെ അവൾ കോലം വരയ്ക്കും, കൂടാതെ അവൾ മനോഹരമായ ഡിസൈനുകൾ വരയ്ക്കും. അങ്ങനെ മൂർത്തീസ് ജ്വല്ലറിക്ക് വേണ്ടി ഞങ്ങൾ അറിയാതെ തന്നെ പല ഡിസൈനുകളും അവൾ വരച്ചു. ഒടുവിൽ ഞങ്ങളത് തിരിച്ചറിഞ്ഞു. പ്രതിഫലം മോഹിക്കാതെ നയന ഇതൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ അവളെ ജ്വല്ലറിയുടെ ഡിസൈനറാക്കി മാറ്റണം എന്ന് ഞങ്ങൾക്ക് തോന്നി. അതിനുശേഷം നമ്മുടെ ജ്വല്ലറിക്ക് നേട്ടങ്ങൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. സാമ്പത്തികമായിട്ട് വലിയ ലാഭം നമുക്കുണ്ടാക്കി തന്നു നയന. ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തം എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഭംഗിയായിട്ട് അവൾ ചെയ്തു തീർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ 2 ജ്വല്ലറികളും അവളുടെ കയ്യിലേക്ക് ഞാൻ ഏൽപ്പിച്ചത്. ഇത്രയും കേട്ടപ്പോഴേക്കും പൊട്ടിത്തെറിച്ചുകൊണ്ട് വേണു പറയുകയാണ്, അത് ശരി, അപ്പോൾ ഈ നാടകങ്ങൾ കാണാൻ വേണ്ടിയായിരുന്നു ഞങ്ങളെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത് അല്ലേ? ഇത് ഒട്ടും ശരിയായില്ല മോളെ. അയ്യോ അച്ഛൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഇതൊന്നും ഞാൻ അറിഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങളല്ലല്ലോ. എന്നെയാണ് ഓഫീസിലേക്ക് പറഞ്ഞു വിടുവാൻ പോകുന്നതെന്ന് സത്യമായിട്ട് ഞാൻ വിശ്വസിച്ചത് തന്നെയാണ്. അതുകൊണ്ടാണ് അച്ഛനെയും അമ്മയും ഇവിടേക്ക് വിളിച്ചു വരുത്തിയത്. പക്ഷേ എന്നെ കബളിപ്പിക്കുകയായിരുന്നു എന്ന് ഇപ്പോഴാണ് അച്ഛാ എനിക്ക് മനസ്സിലായത്. ദേവയാനി, ഇതൊന്നും ശരിയല്ല. എൻ്റെ മകൾ ഇവിടെ നിന്ന് ഐശ്വര്യത്തോടെ ഓഫീസിലേക്ക് പോകുന്നത് കണ്ട് അവളെ അനുഗ്രഹിക്കുവാൻ വേണ്ടിയാണ് ഞങ്ങൾ മാതാപിതാക്കൾ ഇവിടേക്ക് വന്നത്. പക്ഷേ നിങ്ങൾ മനഃപൂർവ്വം എൻ്റെ മകളെയും ഞങ്ങളെയും ആക്ഷേപിക്കുവാനുള്ള അവസരമായി ഇതിനെ മാറ്റി. ഇത് ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. വാ രേവതി, നമുക്ക് പോകാം. ഈ കോക്കാപ്പിച്ചകളൊന്നും കണ്ടു നിൽക്കുവാൻ എനിക്ക് പറ്റില്ല. ഇത് പറഞ്ഞുകൊണ്ട് രേവതിയെയും വിളിച്ചുകൊണ്ട് വേണു പടിയിറങ്ങിപ്പോകുന്നത് സങ്കടത്തോടുകൂടി അനാമിക അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ദേവയാനിയുടെ ഉറച്ച തീരുമാനത്തിൻ്റെ മുമ്പിൽ മറിച്ചൊരു മറുപടി പറയുവാൻ കഴിയാതെ ജാനകിയും ജലജയും അടിയേറ്റതുപോലെ മൗനമായി നിന്നുപോയി. അനാമികയുടെ മനസ്സിൽ ഇന്നു മുതൽ നയനയ്ക്കൊപ്പം ദേവയാനിയോടുമുള്ള പക കൂടുകൂട്ടി തുടങ്ങുകയാണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് കാണുവാൻ വേണ്ടി വീണ്ടും നമുക്ക് കാത്തിരിക്കാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരേക്കും ബൈ.